ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ചെൽസിയെ പരാജയപ്പെടുത്തിയത്. സിറ്റിക്ക് വേണ്ടി ആദ്യം ഗോൾ സ്കോർ ചെയ്തത് എർലിംഗ് ഹാലണ്ടായിരുന്നു. കഴിഞ്ഞ 2 സീസണിലെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് ജേതാവാണ് എർലിംഗ് ഹാലണ്ട്. ഇത്തവണയും അദ്ദേഹം ഗോൾഡൻ ബൂട്ടിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് ആദ്യ മത്സരത്തിലെ തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ നിലവിലെ മികച്ച ഫോമും. നമുക്കറിയാം, ലോക ഫുട്ബോളിലെ 2 വമ്പന്മാരായ ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ ലയണൽ മെസ്സിയൊക്കെ നിലവിൽ അവരുടെ കരിയറിന്റെ അവസാനത്തിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസറിന്റെ കൂടെയാണെങ്കിൽ മെസ്സി നിലവിൽ ഇന്റർ മയാമിയുടെ കൂടെയാണ്. ലോക ഫുട്ബോളിൽ ഇനി 2 താരങ്ങൾക്കൊക്കെ ശേഷം ലോക ഫുട്ബോളിൽ അറിയപ്പെടുന്ന താരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ എത്താൻ, അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തുന്ന താരങ്ങളിൽ ഒരാളായിരിക്കും എർലിംഗ് ഹാലണ്ട് എന്നാണ് ഇപ്പോൾ പെപ് ഗാർഡിയോള പറയുന്നത്. നിലവിൽ മാൻ സിറ്റി പരിശീലകനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയാണ് എർലിംഗ് ഹാലണ്ട് നിലവിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. സിറ്റി കഴിഞ്ഞ 4 സീസണിൽ തുടർച്ചയായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് എർലിംഗ് ഹാലണ്ട്. നിലവിൽ 4 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ, തുടർച്ചയായി 4 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ റെക്കോർഡിട്ട ടീമാണ് സിറ്റി. എന്തായാലും എർലിംഗ് ഹാലണ്ട്, നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ സൂപ്പർ താരം ലയണൽ മെസ്സിയൊക്കെ അവരുടെ കരിയർ അവസാനിക്കാനായി തുടങ്ങി. കുറഞ്ഞ ഒരു സീസണുകളിൽ മാത്രം, അല്ലെങ്കിൽ കുറഞ്ഞ കാലയളവിൽ മാത്രമേ ഇനി അവര് ഫുട്ബോളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നിലവിൽ 24 വയസ്സാണ് എർലിംഗ് ഹാലണ്ടിന്റെ പ്രായം. ഇനിയും കൂടുതൽ മത്സരങ്ങൾ കളിക്കാനുള്ള അവസരങ്ങളുണ്ട്. ലോക ഫുട്ബോളിൽ അറിയപ്പെടുന്ന താരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ എത്താനുള്ള കഴിവുള്ള ഒരു താരമാണ് നിലവിൽ എർലിംഗ് ഹാലണ്ട്. നിലവിൽ ഈ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും എർലിംഗ് ഹാലണ്ടിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കാം എന്നാണ് പെപ് ഗാർഡിയോള അറിയിക്കുന്നത്. എന്തായാലും സിറ്റി ആദ്യ മത്സരം തന്നെ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. എർലിംഗ് ഹാലണ്ട് ഗോളോട് കൂടി തുടങ്ങിയിരിക്കുന്നു. ഇത്തവണത്തെയും ഗോൾഡൻ ബൂട്ട് റേസിൽ എർലിംഗ് ഹാലണ്ട് മുൻപന്തിയിൽ ഉണ്ടാകും എന്നുള്ള ഇതിന്റെ ഒരു സൂചന തന്നെയാണ് ആദ്യ മത്സരത്തിൽ തന്നെ. എന്തായാലും എർലിംഗ് ഹാലണ്ടൊക്കെ ഇനി ലോക ഫുട്ബോളിൽ അറിയപ്പെടുന്ന താരങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. നിലവിൽ ഓൾറെഡി അദ്ദേഹം 2 സീസണിലായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് നിലവിൽ എർലിംഗ് ഹാലണ്ട്. അത് നമുക്കറിയാം. സിറ്റിയുടെ മത്സരം കണ്ടാൽ തന്നെ അറിയാം, അദ്ദേഹം ഡി ബോക്സിൽ നിന്നൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെ. ഒരു 20% അല്ലെങ്കിൽ 50% ചാൻസ് പോലും ഗോളാക്കി മാറ്റുന്നതിൽ പ്രത്യേക കഴിവുള്ള താരമാണ് എർലിംഗ് ഹാലണ്ട്. എന്നാൽ കാത്തിരുന്ന് കാണാം, ഇനി സിറ്റി ഇത്തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സിറ്റി തന്നെയാണോ ചാമ്പ്യന്മാരാകുന്നത്, അല്ലെങ്കിൽ എർലിംഗ് ഹാലണ്ട് ഇത്തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ ഗോൾഡൻ ബൂട്ട് നേടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം.